നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു വ്യക്തിയായി മാറാൻ നിങ്ങളെ സഹായിക്കുന്ന വിദ്യയാണ് രാമമഹർഷി പറയുന്ന തടാകരഹസ്യം എന്ന വിദ്യ. ഹിമാലയത്തിൽ നിഗൂഢമായി താമസിക്കുന്ന രാമമഹർഷി പറഞ്ഞു തരുന്ന ജീവിത വിജയത്തിൻ്റെ രഹസ്യവിദ്യകളുടെ വീഡിയോ കാണാത്തവർ തീർച്ചയായും മുൻപുള്ള 2 വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി ആഗ്രഹിച്ച പോലൊരു വ്യക്തിയായി മാറാൻ സഹായിക്കുന്ന തടാകരഹസ്യം എന്ന വിദ്യ എന്താണെന്നും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും നോക്കാം. ഈ വിദ്യ പ്രവർത്തിക്കുന്നത് എല്ലാം 2 തവണ സൃഷ്ടിക്കപ്പെടുന്നു എന്ന പുരാതന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ആദ്യം മനസ്സിൽ, പിന്നെ യഥാർത്ഥത്തിൽ. പുറം ലോകത്തെ കൂടുതൽ നല്ലതാക്കുവാൻ ആശിക്കുന്നുവെങ്കിൽ ഉള്ളിൽ നിന്ന് ആരംഭിക്കണം. ശിവാനയിലെ മഹർഷിമാരുടെ ആഗ്രഹങ്ങൾ എത്ര ചെറുതാണെങ്കിലും അവ നേടിയെടുക്കാൻ മഹർഷിമാർ ഉപയോഗിക്കുന്ന വിദ്യയാണിത്. നിങ്ങൾക്ക് സാമ്പത്തികമായ വളർച്ചയാണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കുടുംബ ജീവിതമാണ് വേണ്ടതെങ്കിൽ, അതുമല്ലെങ്കിൽ ബിസിനസ്സിൽ വളർച്ചയാണ് വേണ്ടതെങ്കിലുമൊക്കെ ഈ വിദ്യ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തടാകരഹസ്യം എന്നാണ് മഹർഷിമാർ ഇതിനെ വിളിക്കുന്നത്. ഇത് പരിശീലിക്കാനായി മഹർഷിമാർ അതിരാവിലെ എണീറ്റ് പർവ്വതനിരകളുടെ താഴെ വെള്ള നിറമുള്ള ആയിരക്കണക്കിന് ചെറിയ താമരപ്പൂക്കൾ നിറഞ്ഞ ഒരു നീല തടാകത്തിന് അരികെ പോകുന്നു. അല്പം ഇളകാത്ത ശാന്തമായ ജലം, ശരിക്കും അതീന്ദ്രിയമായ ഒരു കാഴ്ച. ഈ നിശ്ചലതയുടെ തടാകത്തിലേക്ക് നോക്കി ഋഷിമാർ തങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അത് യാഥാർത്ഥ്യങ്ങളാവുന്നതായി സങ്കല്പിക്കുന്നു. അതെ, അവർക്ക് അച്ചടക്കമുള്ള ഒരാളാവാനാണ് ലക്ഷ്യമെങ്കിൽ അവർ അവരെ തന്നെ മനസ്സിൽ ഇങ്ങനെ കാണുന്നു: അതിരാവിലെ ഉണർന്ന് അല്പവും വീഴ്ച വരുത്താതെ നിഷ്ഠയോടെ ജീവിതക്രമങ്ങൾ നിർവഹിക്കുന്നവരായി. കൂടുതൽ സന്തോഷമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവർ തടാകത്തിലേക്ക് നോക്കി ഇങ്ങനെ കാണുന്നു: തങ്ങൾ നിയന്ത്രണമില്ലാതെ ചിരിക്കുന്നതായി. ഒരു സഹോദരനെയോ സഹോദരിയെയോ കണ്ടുമുട്ടുന്ന ഓരോ തവണയും പരസ്പരം പുഞ്ചിരിക്കുന്നതായി. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത വ്യക്തിയായി, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞ വ്യക്തിയായി സ്വന്തം പ്രതിച്ഛായയെ ദർശിക്കുവാൻ തടാകത്തെ ചിത്രങ്ങൾ തെളിയുന്ന സ്ക്രീനായി സങ്കല്പിക്കും. മാസങ്ങൾ കൊണ്ട് അവർ അത് നേടിയെടുക്കുകയും ചെയ്യും. കാരണം മനസ്സ് ദൃശ്യങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ അവനവനെക്കുറിച്ചുള്ള സ്വന്തം പ്രതിച്ഛായയെ സ്വാധീനിക്കുന്നു. പ്രതിച്ഛായ ആകട്ടെ അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നേടുകയും ചെയ്യുന്ന രീതിയെയും സ്വാധീനിക്കുന്നു. നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ചിത്രം അഥവാ പ്രതിച്ഛായ എന്താണോ അതിനൊപ്പം മാത്രം എത്താനേ നിങ്ങൾക്ക് കഴിയൂ. പ്രതിച്ഛായ കൂടുതൽ ഉദാത്തമാണെങ്കിൽ നേട്ടവും ഉദാത്തമായിരിക്കും. ഉദാഹരണത്തിന്, നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാവാൻ ഇനിയും പ്രായമായിട്ടില്ലെന്ന് നിങ്ങളുടെ മനസ്സിലെ ചിത്രം പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആ ലക്ഷ്യം നേടുകയില്ല. നിങ്ങൾ പ്രചോദിപ്പിക്കുന്ന സർഗശേഷിയുള്ള ചിത്രങ്ങളാണ് മനസ്സിൻ്റെ വെള്ളിത്തിരയിലേക്ക് കടത്തിവിടുന്നതെങ്കിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും. ഭാവനയാണ് അറിവിലും പ്രധാനമെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. ദിവസവും അല്പനേരം കുറച്ചു മിനിറ്റുകൾ മാത്രമേയുള്ളൂവെങ്കിൽ പോലും ക്രിയാത്മകമായ ചിത്രദർശനങ്ങൾക്കായി ചെലവഴിക്കണം. നിങ്ങൾ ആഗ്രഹിക്കും പോലെ പേരുകേട്ട ഒരു ബിസിനസ്സുകാരനായോ നല്ല ഭർത്താവായോ പിതാവായോ സമൂഹത്തിലെ മികച്ച പൗരനായോ ഒക്കെ നിങ്ങളെ കാണാം. ഇനി തടാകരഹസ്യം നമ്മൾ എങ്ങനെ പരിശീലിക്കണം എന്ന് നോക്കാം. ഇതിന് പ്രത്യേകമായ തടാകം വേണമെന്നൊന്നുമില്ല. നമ്മുടെ തന്നെ വിശ്രമമുറിയിലോ വേണമെങ്കിൽ ഓഫീസിൽ പോലുമോ ഇരുന്ന് നിങ്ങൾക്കിത് പരിശീലിക്കാം. വാതിലടച്ച് പുറമേ നിന്നുള്ള ഇടപെടലുകളെല്ലാം ഒഴിവാക്കി കണ്ണുകൾ അടയ്ക്കുക. ആഴത്തിൽ കുറച്ചു തവണ ശ്വാസമെടുക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ആശ്വാസം തോന്നി തുടങ്ങുന്നത് നിങ്ങൾ അറിയും. ശേഷം നിങ്ങൾ ആയിത്തീരാൻ, സ്വന്തമാക്കാൻ, നേടാൻ ആഗ്രഹിക്കുന്നതെന്തോ അതേക്കുറിച്ചുള്ള ചിത്രങ്ങൾ മനസ്സിൽ കാണുക. നിങ്ങൾക്ക് ഒരു കാറ് സ്വന്തമാക്കണം എന്നതാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡിലുള്ള ആഗ്രഹിച്ച നിറത്തിലുള്ള ആ കാർ നിങ്ങൾ വാങ്ങുന്നതായും അത് നിങ്ങളുടെ മുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്നതായും നിങ്ങൾ യാത്ര ചെയ്യാനായി അതിൽ കയറി സ്റ്റിയറിംഗിൽ പിടിക്കുന്നതൊക്കെ കാണുക. കാറിനുള്ളിലെ സ്മെൽ വരെ അനുഭവിക്കുന്നതായും യാത്ര ചെയ്യുമ്പോൾ വിൻഡോയ്ക്കുള്ളിലൂടെ വരുന്ന കാറ്റ് നിങ്ങളുടെ മുടിയിഴകളിൽ തട്ടി പാറുന്നതായും പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ച് ആ കാറിൽ യാത്ര ചെയ്യുന്നതായും ഒക്കെ കാണുക. നന്നായി ഫീൽ ചെയ്ത് കാണുക. മനോദൃശ്യം കാണുന്നതിൻ്റെ മാന്ത്രികത പല കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാം. ബിസിനസ്സിൽ പുരോഗതി നേടാൻ, ആഗ്രഹിച്ച സ്നേഹബന്ധങ്ങളെ വളർത്തിയെടുക്കാൻ, സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ തുടങ്ങിയെല്ലാം. ആഗ്രഹിക്കുന്നവയെല്ലാം ജീവിതത്തിൽ ആകർഷിക്കുവാനുള്ള കാന്തശക്തി മനസ്സിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതേ കുറവ് നമ്മുടെ ചിന്തകളിലുമുണ്ട്. മനസ്സിലെ കുറവ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു. മനോഹരമായ ദൃശ്യങ്ങൾ മനക്കണ്ണിൽ നിറയ്ക്കുക. ശുഭമല്ലാത്ത ഒരു ചിന്ത മതി ഇത് നശിപ്പിക്കാൻ.
ഈ വിദ്യയിലൂടെ നൽകുന്ന ആഹ്ലാദം ഒരിക്കൽ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയാൽ മനസ്സിൻ്റെ അനന്തശക്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിരില്ലാത്ത നേട്ടങ്ങളിലേക്ക് നാം കടക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മനോദൃശ്യം അഥവാ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമാണ് തടാകരഹസ്യം എന്ന വിദ്യയിലൂടെ നമുക്ക് രാമമഹർഷി പറഞ്ഞു തരുന്നത്. മനോദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ പരമാവധി പഞ്ചേന്ദ്രിയങ്ങളെയും അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. വിഷ്വലൈസേഷൻ ചെയ്ത് ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനെ പറ്റി മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറയുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ ദയവായി ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഏവർക്കും ഈ വിദ്യ ഉപയോഗിച്ച് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമമഹർഷിയുടെ അടുത്ത രഹസ്യവിദ്യ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി.